എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒക്ടോബർ മാസം 2024 കറന്റ് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കറന്റ് അഫയേഴ്സിന്റെ പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ടോപ്പിക് വൈസ് ആയിട്ടും അതേപോലെ തന്നെ മന്ത് വൈസ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് ആണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ടോപ്പിക് വൈസ് കറന്റ് അഫയേഴ്സ് എടുക്കുന്നത് സിൻഷി മിസ് ആണ്. മന്ത് വൈസ് കറന്റ് അഫയേഴ്സ് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ പറ്റുന്ന രീതിയിൽ കോഡ്സ് കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നവംബർ മാസം നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. നമ്മൾ ഇനി റിവേഴ്സ് ഓർഡറിലാണ് പഠിച്ചു പോകുന്നത് കേട്ടോ. ഒക്ടോബർ മാസത്തിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 63ാമത്തെ കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി. വേഗം പറഞ്ഞേ. 63ാമത്തെ കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? ആൻസർ തിരുവനന്തപുരം അല്ലെ? തിരുവനന്തപുരം. അപ്പൊ കലോത്സവത്തിന്റെ വേദി, കായികോത്സവം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പലതും ഉണ്ടല്ലോ പഠിക്കാൻ. അപ്പൊ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കലോത്സവം എന്ന് പറയുമ്പോ കല അല്ലെ? അപ്പോ തിരുവാതിര എന്ന് പറയുന്ന ഒരു കലയല്ലേ? അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. തിരുവനന്തപുരം കലോത്സവത്തിന്റെ വേദിയാണ് തിരുവനന്തപുരം. ഇനി 63ാമത്തെ വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. 63ാമത്തെ കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി 63 അല്ലെ? അപ്പൊ 3 വെച്ചിട്ട് വെച്ചിട്ട് തിരുവനന്തപുരം അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ഗ്രീസ്മാൻ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്? ഗ്രീസ്മാൻ ഏത് കായിക ഇനമാണ്? ഫുട്ബോൾ ആണ് അല്ലെ? ഫുട്ബോൾ. അപ്പൊ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫൂട്ടിൽ ഗ്രീസ് ആയി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ആണുങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ കിട്ടണം എന്നില്ല. അതുകൊണ്ട് പറയുന്ന ചെറിയ കണക്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ. അപ്പോ ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ഗ്രീസ്മാൻ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്? ഫുട്ബോൾ ആണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി വയോജനങ്ങളെ സംരക്ഷിക്കാനുള്ള സമഗ്ര പദ്ധതിയായിട്ടുള്ള സഹയാത്ര ആരംഭിച്ചിട്ടുള്ള പഞ്ചായത്ത്. വയോജനങ്ങളെ സംരക്ഷിക്കാനുള്ള സമഗ്ര പദ്ധതിയാണ് സഹയാത്ര. ഈ ഒരു സഹയാത്ര എന്ന് പറഞ്ഞുള്ള പദ്ധതി ആരംഭിച്ചിട്ടുള്ള പഞ്ചായത്ത് വെങ്ങാനൂരാണ് കേട്ടോ. വെങ്ങാനൂരാണ്. വയോജനത്തിന്റെ വാ വെച്ചിട്ട് തന്നെ വെങ്ങാനൂർ അല്ലെ? വെങ്ങാനൂർ എന്നുള്ളത് പഠിച്ചു വെക്കാം. സഹയാത്ര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. ഇനി രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? യെസ്, അത് മിഥുൻ ചക്രവർത്തിക്കാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ? മിഥുൻ ചക്രവർത്തിക്കാണ്. അപ്പൊ ദാദ ഒരു എന്താ പറയാ, ഒരു ചക്രവർത്തി, ഒരു ദാദ പോലെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക അല്ലെ? അപ്പൊ മിഥുൻ ചക്രവർത്തിക്കാണ് കിട്ടിയിട്ടുള്ളത്. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സുകൾ നോക്കാം. കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് മിഥുൻ ചക്രവർത്തി നൽകിയിട്ടുള്ള സംഭാവനകളെ പരിഗണിച്ചാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 2024 ഒക്ടോബർ 8 നടക്കുന്ന 70ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിന് ദാന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. ഓക്കെ. അടുത്ത ചോദ്യം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള 2023 സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നേടിയിട്ടുള്ളത് ആരാണ്? പറയാവോ? ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? പീതാംബരനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള 2023 സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് പീതാംബരനാണ്. നമുക്ക് ജസ്റ്റ് ഓർത്തു വെക്കാം. പീതം എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ അല്ലെ? അപ്പൊ മഞ്ഞ കളറിലെ മുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം അല്ലെ? അപ്പൊ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള 2023 സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് പീതാംബരൻ. ഓക്കെ. 50,001 രൂപയും ചിത്രകാരൻ കാരയ്ക്ക മണ്ഡപം വിജയകുമാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് കേട്ടോ. നോട്ട്സ് എല്ലാം ഞാൻ നമ്മുടെ ആപ്പിൽ കൊടുത്തേക്കാം. കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫെഡറൽ ബാങ്കിന്റെ വെർച്വൽ അസിസ്റ്റന്റ് ആരാണ്? ഫെഡറൽ ബാങ്കിന്റെ വെർച്വൽ അസിസ്റ്റന്റ് ഫെഡി ആണ് കേട്ടോ. ഫെഡി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത്, നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമിതനായിട്ടുള്ള മാർക്ക് റൂട്ടെ ഏത് രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു? പറയാവോ? നെതർലാൻഡ്സിന്റെ ആയിരുന്നു കേട്ടോ. നെതർലാൻഡ്സിന്റെ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? മാർക്ക് റൂട്ടെ ആണ്. ഏത് രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു ചോദിക്കുകയാണെങ്കിൽ നെതർലാൻഡ് ആണ്. നമ്മൾ പറയില്ലേ ലാൻഡിൽ റൂട്ടുകളൊക്കെയാണ് നമുക്ക് പറയാം അല്ലെ? റൂട്ട് ROUTE അല്ലെ? കുറെ വഴികൾ, റൂട്ടുകൾ ഉണ്ട്. അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ മാർക്ക് റൂട്ടെ ഏത് രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു ചോദിക്കുകയാണെങ്കിൽ നെതർലാൻഡ്സ് ആണ്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാർക്ക് റൂട്ടെ ആണ് കേട്ടോ. ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതയായിട്ടുള്ള വ്യക്തിയാണ് ക്ലൗഡിയ ഷെയിൻബോം? ക്ലൗഡിയ ഷെയിൻബോം മെക്സിക്കോന്റെ ആണ് കേട്ടോ. മെക്സിക്കോന്റെ പുതിയ പ്രസിഡന്റ് ആണ്.
നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം, നമ്മൾ ഈ മെക്സിക്കോ എന്ന് പറയുമ്പോൾ മിക്സി ആയിട്ട് കണക്ട് ചെയ്യാം. ഈ മിക്സി ഒക്കെ അടിച്ചു കഴിയുമ്പോൾ ആകെ ഇങ്ങനെ പത പോലെ അല്ലെ ഒരു ക്ലൗഡ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നു ഓർക്കാം. അപ്പൊ ക്ലൗഡിയ ഷെയിൻബോം കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിൽ ഷേക്ക് അടിക്കുന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം, ഷെയ്ൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഷെയിൻബോം. ഓക്കെ, അപ്പൊ ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതയായിട്ടുള്ള വ്യക്തിയാണ് ക്ലൗഡിയ ഷെയിൻബോം? മെക്സിക്കോന്റെ ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി ആദ്യ വനിതാ പ്രസിഡന്റ് കൂടിയാണ്, മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിട്ട് ക്ലൗഡിയ ഷെയിൻബോം. ഓക്കെ, കൽക്കരി ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപാദനം അവസാനിപ്പിക്കുന്ന ആദ്യ G7 രാജ്യം ഏതാണ്? അത് ബ്രിട്ടൻ ആണ് കേട്ടോ. കൽക്കരി ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപാദനം അവസാനിപ്പിക്കുന്ന ആദ്യ G7 രാജ്യം ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ആണ്. വാനിന് വേണ്ടിയിട്ട് കാത്തു കാത്തു നിന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ക്രാത്തൺ എന്ന് പറയുമ്പോൾ കാത്തു എന്നൊക്കെ ഓർക്കാം, വാനിന് വേണ്ടി കാത്തു നിന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ തൈവാൻ ആണ്. ക്രാത്തൺ ചുഴലിക്കാറ്റ് നാശം വിധിച്ചിട്ടുള്ള പ്രദേശം തൈവാൻ. 2024 ഒക്ടോബറിൽ എത്ര ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാനാണ് കേന്ദ്ര മന്ത്രിസഭ യോഗം തീരുമാനിച്ചിട്ടുള്ളത്? പറയാവോ? എത്രയാണ്? 5 കേട്ടോ. 5 ആണ്. 5 ഭാഷകൾക്കാണ് ഈ ശ്രേഷ്ഠ ഭാഷ പദവി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. 5 ഭാഷകൾക്കാണ് കേട്ടോ. അപ്പൊ അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം. ആസാമീസ്, മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷ പദവി നൽകാൻ തീരുമാനിച്ചത്. ഇതോടെ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം 6ൽ നിന്നും 11ആയി. അപ്പൊ മുമ്പ് 6ആയിരുന്നു, 5 കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോ 11ആയിട്ട് മാറി കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? ആസാമീസ്, മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി ഭാഷകൾക്കാണ്. ഓക്കെ, ഇനി തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ എന്നീ ഭാഷകൾക്കായിരുന്നു നേരത്തെ ഈ പദവി ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വയലാർ സാഹിത്യ അവാർഡിന് അർഹനാക്കിയിട്ടുള്ള അശോകൻ ചെരുവിലിന്റെ നോവലാണ് ചോദിച്ചിട്ടുള്ളത്. പറയാവോ? അപ്പൊ വയലാർ സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അശോകൻ ചെരുവിലിനാണ്. അദ്ദേഹത്തിന്റെ നോവലിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. കാട്ടൂർ കടവ്. ഏതാണ്? കാട്ടൂർ കടവ് കേട്ടോ. അപ്പൊ വയലെന്ന് പറയുമ്പോൾ വയലിലെ ഈ എന്താ പറയാ നെല്ലൊക്കെ കുറച്ചിങ്ങനെ ചെരിഞ്ഞു നിൽക്കുക എന്നൊക്കെ നമുക്ക് ഓർക്കാം അല്ലെ. അപ്പൊ അശോകൻ ചെരുവിൽ അല്ലെങ്കിൽ ചെരിഞ്ഞു നിൽക്കുക എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അശോകൻ ചെരുവിലിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ നോവല് ചോദിക്കുകയാണെങ്കിൽ കാട്ടൂർ കടവ്. ഓക്കെ, അപ്പൊ നമ്മുടെ വയലിൽ ഇങ്ങനെ നല്ല കാറ്റാണെന്നൊക്കെ ഓർക്കാം അല്ലെ. അല്ലെങ്കിൽ അശോകൻ ചെരുവിലിന്റെ ചെരിഞ്ഞിട്ടുള്ള വയലാണെന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ അവിടെ നല്ല കാറ്റാണെന്നൊക്കെ ഓർക്കാം അല്ലെ. കാട്ടൂർ എന്നൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. കാട്ടൂർ കടവ്, അല്ലെങ്കിൽ വയലിന്റെ അടുത്തൊരു കടവുണ്ടെന്നോ. അപ്പൊ കാട്ടൂർ കടവ് എന്നുള്ളത് ഓർത്തു വെക്കാം. 48ാമത്തെ വയലാർ അവാർഡ് അശോകൻ ചെരുവിലിനാണ് കിട്ടിയിട്ടുള്ളത്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. അപ്പൊ 48ാമത്തെ വയലാർ അവാർഡാണ്. അപ്പോ 2024 48ാമത്തെ വയലാർ പുരസ്കാരമാണ് അശോകൻ ചെരുവിലിന് കിട്ടിയിട്ടുള്ളത്. അടുത്ത നോക്കാം. 2024 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കിനും ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ 2024 വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ മെഡിസിൻ ആണ്. അപ്പൊ നമ്മൾ ഈ നൊബേലിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ് സെന്റിമിസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. അപ്പൊ മെഡിസിനെ പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയില്ലേ, അമ്പോ മെഡിസിൻ ആണോ പഠിക്കുന്നത് അല്ലെ. അപ്പൊ അമ്പോ എന്നുള്ള രീതിയിൽ, ആംബ്രോസ് എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. അതേപോലെ തന്നെ ഈ ഡോക്ടേഴ്സ്, മെഡിസിൻ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സിനെ ആലോചിക്കാമല്ലോ. ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ എഴുതുന്നത് എങ്ങനെയായിരിക്കും? കുനുകുന എന്നുള്ള രീതിയിലായിരിക്കും എഴുതുക അല്ലെ. നമുക്ക് പലപ്പോഴും വായിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിരിക്കും കുനുകുന എന്നുള്ള രീതിയിൽ. അപ്പൊ റൗക്കുൻ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. റൗക്കുൻ. ഓക്കെ, അപ്പൊ 2024 മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? വിക്ടർ ആംബ്രോസും ഗാരി റൗക്കുനും ആണ്. മൈക്രോ RNA കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിലുള്ള അദ്ദേഹത്തിന്റെ പങ്കിനുമാണ് കിട്ടിയിട്ടുള്ളത്. US പൗരനാണ്. ഓക്കെ, ഇനി മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ആരാണ്? ആൻസർ നരേന്ദ്രമോദിയാണ് കേട്ടോ. മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയാണ്. പേരുമാറ്റത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിട്ടുള്ള അഹല്യനഗർ ഏത് സംസ്ഥാനത്തിലാണ്? അഹല്യനഗർ ഏത് സംസ്ഥാനത്തിലാണ്? മഹാരാഷ്ട്രയിലാണ്. പേരുമാറ്റത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിട്ടുള്ള അഹല്യനഗർ ഏത് സംസ്ഥാനത്തിലാണ്? മഹാരാഷ്ട്ര. ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയിട്ടുള്ള അലിനിറ്റി MPXV assay ഏത് രോഗം കണ്ടെത്താനുള്ള പരിശോധന കിറ്റാണ്? MPXV എന്നൊക്കെ കാണുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. എംപോക്സ് ആണ് അല്ലെ. എമ്മും പിയും എക്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എംപോക്സ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയിട്ടുള്ള അലിനിറ്റി MPXV assay ഏത് രോഗം കണ്ടെത്താനുള്ള പരിശോധന കിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എംപോക്സ് ആണ്. എംപോക്സ് കണ്ടെത്താനുള്ള ആദ്യ പരിശോധന കിറ്റിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകി. ത്വക്ക് സ്രവങ്ങളിൽ നിന്നും PCR ടെസ്റ്റ് വഴി കുറഞ്ഞ സമയത്തിനുള്ളിൽ എംപോക്സ് രോഗം കണ്ടെത്താൻ സാധിക്കും.
അടുത്ത ചോദ്യം നോക്കാം. 2024 ഒക്ടോബറിൽ വിരമിച്ചിട്ടുള്ള ദീപ കർമാക്കർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്? പറയാവോ? ആൻസർ ജിംനാസ്റ്റിക്സ് ആണ് കേട്ടോ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ജിംനാസ്റ്റിക്സ് ആണ്. അപ്പൊ ദീപ കർമാക്കർ അല്ലെ, ദീപ കർമാക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കർ എന്ന് പറയുമ്പോൾ നമുക്ക് കരമായിട്ട് ആലോചിക്കാം. ഈ ജിംനാസ്റ്റിക്സിനൊക്കെ കരമൊക്കെ നല്ല ഫ്ലെക്സിബിൾ ഒക്കെ ആവണല്ലോ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം, കരം എന്നുള്ള രീതിയിൽ ജിംനാസ്റ്റിക്സ് ആണ് കേട്ടോ, കർമാക്കർ. ഓക്കെ, ജിംനാസ്റ്റിക്സ്. ലോക ജൂനിയർ ഷൂട്ടിങ്ങിൽ ജേതാക്കളായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയാണ്. ലോക ജൂനിയർ ഷൂട്ടിങ്ങിൽ ജേതാക്കളായിട്ടുള്ളത് ഇന്ത്യയാണ്. 2024 ഒക്ടോബറിൽ അന്തരിച്ചിട്ടുള്ള ടി.പി. മാധവൻ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? സിനിമയാണ് അല്ലെ, സിനിമയാണ്. ഇതൊക്കെ ജസ്റ്റ് കേട്ടു പോവാ. സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ കേന്ദ്ര നിയമപ്രകാരം എത്ര രൂപയാണ് പിഴ? സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ കേന്ദ്ര നിയമപ്രകാരം എത്ര രൂപയാണ് പിഴ? എത്രയാണ്? 1000 രൂപ വരെ പിഴ കേട്ടോ. 1000 രൂപയാണ്. അറിഞ്ഞു വെച്ചേക്കുക, കുട്ടികൾക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധം. സംസ്ഥാനത്തെ പുതിയ ഇന്റലിജൻസ് മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ളത് ആരാ? ഇന്റലിജൻസ് മേധാവിയാണ് പി വിജയനാണ് കേട്ടോ. പി വിജയനാണ്. അപ്പൊ നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് നല്ല ഇന്റലിജൻസ് ഒക്കെ വേണം എന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ വിജയൻ, ഇന്റലിജൻസ് ഓർത്തു വെക്കാം. സംസ്ഥാനത്തെ പുതിയ ഇന്റലിജൻസ് മേധാവി പി വിജയൻ. 2024 ഭൗതിക ശാസ്ത്ര പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഇ ഹിൻറ്റണും ആണ്. ജസ്റ്റ് ഓർത്ത് വെക്കാം. നമുക്ക് ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഫിസിക് ആയിട്ട് ആലോചിക്കാം അല്ലെ. നല്ല ഫിസിക്, നല്ല ഫിസിക്കുള്ള ആൾക്കാർ നന്നായിട്ട് ഫീൽഡ് ചെയ്യും ഓർക്കാം അല്ലെ. നന്നായിട്ട് ഫീൽഡ് ചെയ്യും ഓർക്കാം. അപ്പൊ ഫീൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഒരു റെഫറി ഉണ്ടെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ജെഫ്രി. അപ്പൊ ഫിസിക്, നമ്മുടെ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഫിസിക് ആലോചിക്കാം. നല്ല ഫിസിക്കുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഫീൽഡ് ചെയ്യും. അവിടെ ഒരു റെഫറിയും കൂടി ഉണ്ട്, ജെഫ്രി എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. അടുത്ത ചോദ്യം, രസതന്ത്രത്തിനുള്ള 2024 നൊബേൽ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ്? രസതന്ത്രം നമ്മുടെ കെമിസ്ട്രി ആണ് കേട്ടോ. രസതന്ത്രത്തിനുള്ള 2024 നൊബേൽ പുരസ്കാരം നേടിയിട്ടുള്ളത് 3 പേർക്കാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ഡേവിഡ് ബെക്കർ, ഡെമിസ് ഹസാബസ്, അതുപോലെ തന്നെ ജോൺ എം ജമ്പർ. ഈ 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ രസതന്ത്രം അല്ലെ, രസവുമായിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ബേക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല രസമായിരിക്കും അല്ലെ. ബേക്ക് ചെയ്യാം, ബെക്കർ, ബെക്കർ എന്നുള്ള രീതിയിൽ ഓർക്കാം. ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾക്ക് നല്ല രസമായിരിക്കും. അതേപോലെ തന്നെ ബേക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മാക്സിമം മിസ് ചെയ്യില്ല അല്ലെ. അപ്പൊ ഡെമിസ്, മിസ് പോലെ തന്നെ ബിസ്സും ഉണ്ട് കേട്ടോ. അപ്പൊ ഡെമിസ് ഹസാബസ്, ഡെമിസ് ഹസാബസ്. പിന്നെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജമ്പ് ചെയ്യും അല്ലെ, തുള്ളി ചാടും സന്തോഷം കൊണ്ട്, ജമ്പർ. ഓക്കെ, അപ്പൊ കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രത്തിന് കിട്ടിയിട്ടുള്ള 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കൊക്കെയാണ്? ഡേവിഡ് ബെക്കർ. അപ്പൊ ബേക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മിസ് ചെയ്യില്ല, ജമ്പ് ചെയ്യും അല്ലെ. അപ്പൊ ഡെമിസ് ഹസാബസും അതുപോലെ തന്നെ ജോൺ ജമ്പർ. 38ാമത്തെ ദേശീയ ഗെയിംസിന്റെ വേദി, 38ാമത്തെ പറയാവോ? ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. എവിടെയാണ്? ഉത്തരാഖണ്ഡ് ആണ് 38ാമത്തെ. അപ്പൊ നമ്മൾ എങ്ങനെ ആലോചിക്കാം, 38 ആണോ 37 ആണോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരും അല്ലെ. അപ്പൊ എങ്ങനെയാ നമ്മളത് ഓർത്ത് വെക്കുന്നത്? 38 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോപ്പി ഒക്കെ അടിക്കുമ്പോണ്ടല്ലോ, എക്സാമിന് കോപ്പി ഒക്കെ അടിക്കുമ്പോൾ ഉത്തരം കണ്ടു കഴിയുമ്പോൾ 8ന്റെ പണി കിട്ടും അല്ലെ. അപ്പൊ 38 എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. 38ാമത്തെ ദേശീയ ഗെയിംസിന്റെ വേദിയാണ് ഉത്തരാഖണ്ഡ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഈയിടെ പുറത്തിറങ്ങിയിട്ടുള്ള വിറ്റ്നസ് ആരുടെ ആത്മകഥയാണ്? പറയാവോ? സാക്ഷി മാലികിന്റെ അല്ലെ. അപ്പൊ വിറ്റ്നസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാലോ, സാക്ഷി അല്ലെ. സാക്ഷി എന്നുള്ളത് ഓർത്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഈയിടെ പുറത്തിറങ്ങിയിട്ടുള്ള വിറ്റ്നസ് ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സാക്ഷി മാലിക്കിന്റെ ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നാളെ ഇനി വരാൻ പോകുന്ന സിൻഷി മിസ്സിന്റെ ക്ലാസ് ആണ് കേട്ടോ. ആ ക്ലാസ് എല്ലാവരും കാണുക. ഓക്കെ, അതിന്റെ നോട്ട്സുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷും മലയാളം കൂടിയിട്ടുള്ള കോഴ്സും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ.